ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വ്യക്തമാക്കുന്നു. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച രഞ്ജിത്തുമായി പോലീസ് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അല്ലേ? മായ, കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്ത് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഈ ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വാദിക്കുന്നത് അറസ്റ്റ് നടന്നത് നിയമ വിരുദ്ധമാണ്, മാത്രവുമല്ല തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളെ അറസ്റ്റ് ചെയ്യേണ്ടതടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ തന്നെ താൻ ഈ അന്വേഷണത്തോട് സഹകരിക്കും എന്നുള്ളൊരു കാര്യം കൂടി തന്നെയാണ് ഏതായാലും പ്രധാനമായിട്ടും രഞ്ജിത്ത് തന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിടുന്ന സമയത്ത് തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നതാണ്. എന്നാൽ കസ്റ്റഡി കഴിഞ്ഞതിന് ശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്നറിയിച്ചിരുന്നു. അതിനുശേഷം കസ്റ്റഡി പൂർത്തിയാക്കി ഞായറാഴ്ച തന്നെ പോലീസ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ഈ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ ഇന്നത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനായിട്ട് ഏതായാലും കോടതി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഈ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്.